എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ് അഥവാ ബജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ ബജറ്റ് സെറ്റ് അഥവാ ബജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ. ആദ്യമായിട്ട് എന്താണ് ഈ ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ആലോചിച്ച് നോക്കും. ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് or group of bundle is called ബജറ്റ് സെറ്റ്. അതായത് ബണ്ടിലുകളുടെ ഒരു കൂട്ടത്തെ, അതായത് ഉപഭോക്താവ് വാങ്ങുന്ന ബണ്ടിലുകളുടെ ഒരു കൂട്ടത്തെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് സെറ്റ് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? അതായത് ഉപഭോക്താവ് വാങ്ങുന്ന ബണ്ടിലുകളുടെ കൂട്ടത്തെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് സെറ്റ് സാധനങ്ങളുടെ വിലയെയും ഉപഭോക്താവിന്റെ വരുമാനത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് നിലവിലുള്ള കമ്പോള വിലയുടെയും ഉപഭോക്താവിന്റെ വരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉപഭോക്താവ് വാങ്ങുന്ന ഒരു കൂട്ടം ബണ്ടിലുകളെയാണ് ബജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബജറ്റ് സെറ്റ് എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? സാധനങ്ങളുടെ വിലയെയും അതുപോലെ തന്നെ എന്താണ് ഉപഭോക്താവിന്റെ പണവരുമാനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഉപഭോക്താവിന്റെ വരുമാനത്തിലോ സാധനങ്ങളുടെ വിലയിലോ മാറ്റമുണ്ടായാൽ ബജറ്റ് സെറ്റിലും ബജറ്റ് രേഖയിലും മാറ്റം ഉണ്ടായിരിക്കും. അതായത് ഉപഭോക്താവിന്റെ വരുമാനത്തിലോ സാധനങ്ങളുടെ വിലയിലോ മാറ്റമുണ്ടായാൽ ബജറ്റ് രേഖയിലും ബജറ്റ് സെറ്റിലും മാറ്റമുണ്ടാകാം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഉപഭോക്താവിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ മാറ്റം സംഭവിച്ചാൽ ബജറ്റ് രേഖയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതിൽ ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതായത് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ചേഞ്ചസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആർ ടു ടൈപ്സ്: ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആൻഡ് ഡിക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അതായത് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം രണ്ട് തരത്തിൽ സംഭവിക്കുക എന്ന് പറയുന്നത്. ഒന്നാമത് എന്താന്ന് പറയുന്നത്? ഒന്നാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപഭോക്താവിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ്. രണ്ടാമത്തത് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ്. അപ്പൊ നമ്മുടെ ഇവിടെ ഫസ്റ്റ്, അതായത് വരുമാനത്തിൽ ഉണ്ടാകുന്ന മാറ്റം രണ്ട് തരത്തിൽ സംഭവിക്കുക എന്ന് പറയുന്നത്. ഒന്നാമത് എന്താ പറഞ്ഞത്? വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ്. രണ്ടാമതായി പറഞ്ഞത് എന്താണ്? ഉപഭോക്താവിന്റെ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ്. അപ്പൊ നമ്മൾ ഫസ്റ്റ്ലി വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ചേഞ്ചസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദി ഇൻക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ആണ്. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ ബജറ്റ് രേഖയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് ഒരു ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ എന്താ? അയാൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് വർദ്ധിക്കും, അല്ലെ? ഉപഭോക്താവിന്റെ ഒരാളുടെ വരുമാനം 200 രൂപയാണ്. അയാളുടെ വരുമാനം 200 രൂപയായിരുന്ന സമയത്ത് 1 കിലോ പഞ്ചസാരയും 1 കിലോ അരിയുമായിരുന്നു അയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അയാളുടെ വരുമാനം, അതായത് 200 രൂപയുള്ള സമയത്ത് 1 കിലോ പഞ്ചസാരയും 1 കിലോ അരിയായിരുന്നു അയാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉപഭോക്താവിന്റെ വരുമാനം 200-ൽ നിന്നും 400 വർദ്ധിച്ചപ്പോൾ അയാൾ 1 കിലോ അരിയാണോ വാങ്ങുക? 1 കിലോ പഞ്ചസാരയാണോ വാങ്ങുക? അല്ല, 1 കിലോ ഉള്ള സ്ഥാനത്ത് 2 കിലോ ഒക്കെ വാങ്ങൂല. അതായത് സാധനങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ വരുമാനം എമ്മിൽ നിന്നും എം ഡാഷ് ആയി വർദ്ധിച്ചാൽ ബജറ്റിലായി പുതിയ ബജറ്റിലായി പഴയ ബജറ്റ് ലൈനിന് സമാന്തരമായിട്ട് വലതുവശത്തേക്ക് മാറും എന്നാണ് പറയുന്നത്. അതായത് ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ അളവ് വർദ്ധിക്കും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M/P1 എന്നുള്ളത് M' P1. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M/P1 എന്നുള്ളത്
ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ എം ഡാഷ് ബൈ P1 ആവും. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആയിട്ടുള്ള എം ബൈ P2 എന്നുള്ളത് എം ഡാഷ് ബൈ P2 ആയിട്ട് മാറും. അതായത് ബജറ്റ് ലൈൻ വലതുവശത്തേക്ക് മാറും. ഇത് നമുക്കൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാം. അതിന് മുന്നേ ഞാൻ ഒന്നുകൂടി പറയാൻ പോവുകയാണ്. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ ബജറ്റ് ലൈൻ ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ ബജറ്റ് ലൈൻ വലതുവശത്തേക്ക് പഴയ ബജറ്റ് ലൈന് സമാന്തരമായിട്ട് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, മാറും. അല്ലെങ്കിൽ ഇത്ര മാത്രം പഠിച്ചാൽ മതി. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ ബജറ്റ് ലൈൻ വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, മാറും. ഇനി ഓക്കെ, ഇത് നമുക്കൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാം. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചതിന്റെ ഫലമായി ബജറ്റ് ലൈനിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള ഡയഗ്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് ബജറ്റ് രേഖയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ള ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അതായത് ഡയഗ്രത്തിൽ എക്സ് ആക്സിസിൽ നമ്മൾ ഗുഡ് 1 X1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വൈ ആക്സിസിൽ ഗുഡ് 2 അതായത് S2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ ഫസ്റ്റ് ബജറ്റ് ലൈൻ ആണ് P1 S1 plus P2 S2 is equal to M. രണ്ടാമത്തെ ബജറ്റ് ലൈൻ ആണ് P1 S1 plus P2 S2 is equal to M dash. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇവിടെ ഈ ഡയഗ്രത്തിൽ ആദ്യത്തെ ബജറ്റ് ലൈൻ ഉപഭോക്താവിന്റെ വരുമാനം അതായത് ഉപഭോക്താവിന്റെ വരുമാനത്തിൽ വർധനവൊന്നുമില്ലാത്ത സമയത്ത് ബജറ്റ് ലൈനാണ് P1 S1 plus P2 S2 is equal to M. ആ സമയത്ത് ഉപഭോക്താവിന്റെ വരുമാനം M ആയിരുന്ന സമയത്ത് ഉപഭോക്താവ് M by P1 അളവിലാണ് ഒന്നാമത്തെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. M by P1 അളവിലാണ് ഒന്നാമത്തെ സാധനം വാങ്ങിയിരുന്നത്. അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? M by P1 ആണ്. ഇനി ആ സമയത്ത് വരുമാനമുള്ള സമയത്ത് ഉപഭോക്താവ് രണ്ടാമത്തെ സാധനം എത്ര അളവിൽ വാങ്ങിയിരുന്നു? M by P2. അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് M by P2 ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് M by P2 ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് M by P1 ആയിരുന്നു. As a result of increase in income of the consumer, he is able to buy more of two goods. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചതിന്റെ ഫലമായി അയാൾ എന്ത് ചെയ്തു? രണ്ട് സാധനങ്ങളും കൂടുതൽ അളവിൽ വാങ്ങി. അപ്പോൾ M by P1 നിന്നും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആയിട്ടുള്ള M by P1 നിന്നും പുതിയ അതായത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് M by P1 ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് M dash by P1 ആയി വലതുവശത്തേക്ക് മാറി. അതായത് വരുമാനം വർദ്ധിച്ചപ്പോൾ ഒന്നാമത്തെ സാധനം വാങ്ങുന്ന അളവ് ഉപഭോക്താവ് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഒന്നാമത്തെ സാധനം വാങ്ങുന്നത് എത്ര അളവിലാണ്? M dash by P1 ഇനി അതേ സമയം ഉപഭോക്താവിന്റെ വരുമാനം M നിന്നും M dash ആയി മാറിയപ്പോൾ ഉപഭോക്താവ് അതായത് കൺസ്യൂമർ M by P2 നിന്നും M dash by P2 അളവ് രണ്ടാമത്തെ സാധനം വാങ്ങാൻ തുടങ്ങി. അതായത് ആദ്യം വരുമാനം വർദ്ധിക്കാത്ത സമയത്ത് അയാൾ M by P2 അളവായിരുന്നു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ സാധനം. ഇപ്പോൾ അയാൾ അതായത് M dash by P2 അളവ് സാധനം വാങ്ങി. അതായത് രണ്ടാമത്തെ സാധനം വാങ്ങുന്ന അളവ് വർദ്ധിപ്പിച്ചു. അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഓഫ് ദി ബജറ്റ് ലൈൻ M by ഷിഫ്റ്റ് അപ്പൊ അത് മുകളിലേക്ക് മാറി. അതായത് M by P2 എന്നുള്ളത് M dash by P2 ആയി മാറി. ഇനി പുതിയ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്തപ്പോൾ പുതിയ ബജറ്റ് ലൈൻ എന്തായി മാറി? അതായത് ഉപഭോക്താവിന്റെ വരുമാനം മാറിയതിന്റെ ഫലമായിട്ട് പുതിയ ബജറ്റ് ലൈനാണ് P1 S1 plus P2 S2 is equal to M dash. ഇതിലെന്താ P1 ലും P2 ലും മാറ്റമില്ല. കാരണം എന്താണ്? സാധനങ്ങളുടെ വിലയിലൊന്നും മാറ്റം വരുന്നില്ല. ഏതിൽ മാത്രമാണ് മാറ്റം വരുന്നത്? M മാത്രം, ഉപഭോക്താവിന്റെ വരുമാനത്തിൽ മാത്രം. അതുകൊണ്ടാണ് ഈ M നമ്മൾ എന്താക്കി മാറ്റി M dash. മാറ്റം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ M dash എന്ന് കൊടുത്തിട്ടുള്ളത്. സാധനത്തിന്റെ വിലയിലൊന്നും മാറ്റമില്ലാത്തത് കൊണ്ട് ഇവിടെ P1 S1 P2 S2 ഒക്കെ ഒന്നിനൊരു മാറ്റം ഇല്ല. എവിടെ മാറ്റം വരുന്നത്? എമ്മിലാണ്, ഉപഭോക്താവിന്റെ വരുമാനത്തിൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഈ ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് ബജറ്റ് ലൈനിൽ എന്തൊക്കെ മാറ്റം വരും എന്നുള്ളത് മനസ്സിലായി. അതായത് ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ അയാൾ വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് വർദ്ധിക്കും. അതിന്റെ ഫലമായിട്ട് ബജറ്റ് ലൈൻ വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞാൽ എന്താ സംഭവിക്കാം? അതായത് സാധനങ്ങളുടെ വിലയിലൊന്നും മാറ്റമില്ല. സാധനങ്ങളുടെ വിലയ്ക്ക് അത് തന്നെയാണ്. എന്താ? ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞാൽ, അതായത് ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞാൽ ഉപഭോക്താവ് എന്ത് ചെയ്യും? നേരത്തെ വാങ്ങിയ അത്ര അളവ് സാധനങ്ങൾ വാങ്ങുമോ? ഇല്ല. അയാൾ നേരത്തെ വാങ്ങിയേക്കാളും കുറവ് സാധനങ്ങളാണ് വാങ്ങുക. അതായത്
ബജറ്റ് ലൈൻ, അതായത് ബജറ്റ് ലൈൻ ഇടതുവശത്തേക്ക് മാറും, സമാന്തരമായിട്ട് ഇടതുവശത്തേക്ക് മാറും. ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞതിന്റെ ഫലമായി അയാൾക്ക് നേരത്തെ വാങ്ങിയ അത്ര സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല. അതിന്റെ ഫലമായിട്ട് ബജറ്റ് ലൈൻ ഇടതുവശത്തേക്ക് നീങ്ങും. അതായത് ആസ് എ റിസൾട്ട് ഓഫ് ഡിക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഈസ് നോട്ട് ഏബിൾ ടു ബൈ മോർ ഓഫ് ടു ഗുഡ്സ് ആൻഡ് thereby ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് ഇടതുവശത്തേക്ക് നീങ്ങുന്നു. ഇത് നമുക്കൊരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദമാക്കാം. ഡിക്രീസ് ഇൻ ദി ഇൻകം ഓഫ് ദി കൺസ്യൂമർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അതായത് ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞാൽ എന്തൊക്കെ ബജറ്റ് ലൈന് സംഭവിക്കും എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. നമ്മൾ അതുപോലെ എക്സ് ആക്സിസിന് ഗുഡ് വണ്ണിന്റെ അളവ് x1 അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഗുഡ് വണ്ണിന്റെ അളവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. y ആക്സിസിൽ S2 അഥവാ ഗുഡ് 2ന്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഡയഗ്രം പ്രകാരം ഫസ്റ്റ് ബജറ്റ് ലൈനാണ് P1S1 പ്ലസ് P2S2 = ആദ്യത്തെ ബജറ്റ് ലൈനാണ് എന്ന് പറയുന്നത്. ആദ്യത്തെ ബജറ്റ് ലൈനാണ് P1S1 പ്ലസ് P2S2 M. ആസ് എ റിസൾട്ട്, അപ്പോൾ നോക്കാം, ആ സമയത്ത് ഉപഭോക്താവിന്റെ വരുമാനം M ആയിരുന്ന സമയത്ത് ഉപഭോക്താവ് M/P1 അളവ് ഒന്നാമത്തെ സാധനം വാങ്ങിയിരുന്നു. അപ്പൊ അതായത് ഉപഭോക്താവ് കൺസ്യൂമർ M/P1 അളവ് എന്ത് വാങ്ങിയിരുന്നു? ഒന്നാമത്തെ സാധനം ഗുഡ് 1 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഗുഡ് 2 M/P2 അളവിലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് എത്രയായിരുന്നു? M/P1 ആയിരുന്നു. M വരുമാനമായിരുന്നു. M വരുമാനമുള്ള സമയത്ത് M/P1 ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ M വരുമാനമായിരുന്ന സമയത്ത്, അതായത് രണ്ടാമത്തെ സാധനം M/P2 ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞതിന്റെ ഫലമായി അയാൾക്ക് നേരത്തെ വാങ്ങിയ അത്ര M/P1 അളവിൽ സാധനങ്ങൾ, നേരത്തെ വാങ്ങിയിരുന്ന M/P1 അളവിൽ ഒന്നാമത്തെ സാധനം വാങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ സാധനത്തിന്റെ അളവും അതുപോലെ തന്നെ നേരത്തെ വാങ്ങിയ അത്ര രണ്ടാമത്തെ സാധനത്തിന്റെ അളവും വാങ്ങാൻ കഴിയുന്നില്ല. ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞപ്പോൾ എന്താ ചെയ്യുക? അയാൾ രണ്ട് സാധനങ്ങളും വാങ്ങുന്ന അളവ് കുറച്ചു. ഒന്നാമത്തെ സാധനം M/P1 നിന്നും M'/P1 ആയിട്ടും കുറച്ചു. രണ്ടാമത്തെ സാധനം M/P2 നിന്ന് M'/P2 ആയിട്ടും കുറച്ചു എന്നാണ് പറയുന്നത്. അതിന്റെ ഫലമായി ബജറ്റ് ലൈൻ ഇടതുവശത്തേക്ക് നീങ്ങി, സമാന്തരമായിട്ട് നീങ്ങി. അതായത് അയാളുടെ വരുമാനം കുറഞ്ഞു, ഉപഭോക്താവിന്റെ വരുമാനം കുറഞ്ഞപ്പോൾ എന്താ ചെയ്ത്? അയാൾക്ക് രണ്ട് സാധനങ്ങൾ കൂടുതൽ അളവ് വാങ്ങാൻ കഴിഞ്ഞില്ല. നേരത്തെ അയാൾ കൂടുതൽ അളവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അയാൾക്ക് എന്താണ്? നേരത്തെ അത്ര വാങ്ങിയത് അത്ര M/P1 M/P2 അളവിൽ വാങ്ങാൻ കഴിയില്ല. കാരണം എന്താണ്? വരുമാനം ഇല്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് അയാൾ തൊട്ട് അളവ് സാധനം വാങ്ങുന്ന അളവ് എത്രയാണ്? M'/P1 M'/P2 ആണ്. അതായത് ബജറ്റ് ലൈൻ ഇടതുവശത്തേക്ക് മാറി. പുതിയ ബജറ്റ് ലൈനാണ് P1S1 പ്ലസ് P2S2 M'. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ രണ്ടാമത്തെ ബജറ്റ് ലൈൻ എന്താണ്? ഇടതുവശത്തേക്ക് നീങ്ങി. നിങ്ങൾക്ക് ഈ ഡയഗ്രാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവും വിചാരിക്കുന്നു. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് ബജറ്റ് ലൈനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് P1നും P2നും അതുപോലെ തന്നെ M-നൊക്കെ ഓരോ വിലകൾ കൊടുത്താൽ എന്തൊക്കെ മാറ്റം വരും എന്നുള്ളത് നമുക്ക് കണ്ടെത്താം. അതായത് ബജറ്റ് ലൈൻ എന്തൊക്കെ മാറ്റം വരും എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിലൂടെ ബജറ്റ് ലൈനിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാം. പ്രോബ്ലം പുസ്തകത്തോടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. P1 = 3, അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ വില 3, രണ്ടാമത്തെ സാധനത്തിന്റെ വില P2 = 3, M = 12, ഉപഭോക്താവിന്റെ വരുമാനം 12. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ വില 3, രണ്ടാമത്തെ സാധനത്തിന്റെ വില 3, M = 12, ഉപഭോക്താവിന്റെ വരുമാനം 12 ആയാൽ ഫോർമുലേറ്റ് ബജറ്റ് ലൈൻ ഇക്വേഷൻ to be ഗണിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ ബജറ്റ് ലൈൻ വരയ്ക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് സ്ലോപ്പ് ബജറ്റ് ലൈനിന്റെ ചെരിവ് കണ്ടെത്തുക. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? M = 12 changes to M' = 18. What happens to budget line? Find slope.
അതായത് M12 എന്നുള്ളത് ഉപഭോക്താവിന്റെ വരുമാനമായിട്ടുള്ള M12 M18 ആയി മാറിയാൽ, അതായത് M = 18, 12-ൽ നിന്നും 18 ആയി വർദ്ധിച്ചാൽ ബജറ്റ് ലൈന് എന്ത് മാറ്റം വരും? സ്ലോപ്പ് കണ്ടെത്തുക. എന്തായിരിക്കും അടുത്ത ബജറ്റ് ലൈൻ എന്താ സംഭവിക്കുക? M12 18 മാറിയിട്ടുണ്ടെങ്കിൽ ബജറ്റ് ലൈനിൽ എന്താ നമുക്കറിയില്ലേ? അതായത് റൈറ്റ് വശം ഷിഫ്റ്റ് ആവുന്നത്, അതായത് വലതുവശത്തേക്ക് മാറും എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ബജറ്റ് ലൈൻ വരച്ചിട്ടൊന്ന് നോക്കിയൊക്കെ ശരി തന്നെയാവും എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സൊല്യൂഷൻ സോൾവ് ചെയ്യാം. സൊല്യൂഷൻ ഫസ്റ്റ് ബജറ്റ് ലൈൻ ഇക്വേഷൻ അല്ലെ, ബജറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ഷോർട്ടായിട്ട് ഞാൻ ഇവിടെ എഴുതുന്നത് ബജറ്റ് ലൈൻ ഇക്വേഷൻ. ബജറ്റ് ലൈൻ ഇക്വേഷൻ എന്തായിരുന്നു? അതായത് P1 എത്രയാണ്? P1 S1 plus P2 S2 = M ആണ് നമ്മുടെ ബജറ്റ് ലൈൻ ഇക്വേഷൻ. അതിൽ P1 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പ്രോബ്ലം ചെയ്യുന്നത്. P1 എത്രയാണ്? 3. ഒന്നാമത്തെ സാധനത്തിന്റെ വില എത്രയാണ്? 3x1 plus P2 എത്രയാണ്? 3. രണ്ടാമത്തെ സാധനത്തിന്റെ വില 2. രണ്ടാമത്തെ സാധനത്തിന്റെ വില 3. രണ്ടാമത്തെ സാധനത്തിന്റെ വില എത്രയാണ്? 3. P2 = 3. 3s2 M, അതായത് കൺസ്യൂമറിന്റെ വരുമാനം എത്രയാണ്? 12. അപ്പോ ബജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് 3s1 plus 3s2 = 12. അപ്പോൾ ബജറ്റ് ലൈൻ ഇക്വേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് ബജറ്റ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബജറ്റ് ലൈൻ വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? ബജറ്റ് ലൈൻ വരയ്ക്കുന്നതിന് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഒക്കെ വേണ്ടേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ നമുക്കിപ്പോൾ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ബജറ്റ് ലൈൻ വരയ്ക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അഥവാ M/P1. If x2 is equal to 0, x1 is equal to M/P1. ക്വസ്റ്റ്യൻ നോക്കണം. ഇനി അപ്പോൾ നമ്മൾ x2 0 കിട്ടിക്കഴിഞ്ഞു. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിൽ x2 എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുമ്പോൾ x2ന്റെ സ്ഥാനത്ത് നമ്മൾ 0 ആണ് എഴുതാം. ഇനി x1 എത്രയാണ്? x1 കാണാനുള്ള ഇക്വേഷൻ ആണ് M/P1. M എത്ര ക്വസ്റ്റ്യനിൽ നോക്കുക, അല്ലെങ്കിൽ ബജറ്റ് ലൈൻ ഇക്വേഷനിൽ നോക്കുക. M = 12 എഴുതി. ഇനി P1 എത്രയാണ് ക്വസ്റ്റ്യനിൽ നോക്കുക, അല്ലെങ്കിൽ ഇക്വേഷനിൽ നോക്കുക. P1ന്റെ സ്ഥാനത്ത് എത്രയാണ്? 3. അപ്പോൾ 12/3 = 4. Horizontal intercept is equal to, therefore horizontal intercept is equal to 4 0. നമ്മൾ x1 x2 എന്നുള്ള ഫോർമുല ആണ് എഴുതി. x1 ന്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ എഴുതി 4, x2 ന്റെ സ്ഥാനത്ത് നമ്മൾ എഴുതി 0. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? 4 0. ഇനി അടുത്തതായിട്ട് കാണുന്നത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് M/P2. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്. If S1 is equal to 0, S2 is equal to M/P2. അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വയസ്സുമായിട്ട് കൂട്ടിമുട്ടുന്ന പോയിന്റ് പറഞ്ഞ പേരാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. അതായത് x2 ആണ്. വയസ്സിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് x2. അപ്പൊ ഇവിടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ x2 ആയി ബന്ധപ്പെട്ട x2 ആണ്. അതായത് x2 കാണണമെങ്കിൽ എന്തായിരിക്കണം ഇക്വേഷൻ? M/P2. ക്വസ്റ്റ്യനിൽ നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബജറ്റ് ലൈൻ ഇക്വേഷനിൽ നോക്കുക. M എത്രയാണ്? 12. M is equal to 12. S2 is equal to 12. P2 എത്രയാണ്? 3 4. അതുകൊണ്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് is equal to x1 x2 എന്നുള്ള ഫോർമുല നമ്മൾ എഴുതാം. ഓക്കെ, ആദ്യത്തെ x1 എഴുതി 0 4. ഓക്കെ, നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കിട്ടി, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ബജറ്റ് ലൈൻ വരയ്ക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബജറ്റ് ലൈൻ വരയ്ക്കുക. 4 0 0 4 ആണ്. 4 0 0 4 ആണ്. 4 0 ആണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് y ആക്സിസിൽ എത്ര വരെ മാർക്ക് ചെയ്യണം? 4 വരെ മാർക്ക് ചെയ്യണം.
പിന്നെ അതുപോലെ തന്നെ എക്സൈസിൽ 4 വരെ മാർക്ക് ചെയ്യണം. അതായത് എക്സൈസ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സൈസിലാണ് മാർക്ക് ചെയ്യേണ്ടത്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ YS-ലാണ് മാർക്ക് ചെയ്യണം. അപ്പോൾ പോയിന്റ് എത്ര 4 വരെ രണ്ടിലും മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സൈസും YS ഒക്കെ വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബജറ്റ് ലൈൻ വരയ്ക്കാനുള്ള സന്ദർഭമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ എക്സൈസും മാർക്ക് ചെയ്തിട്ടുണ്ട്, YS-ഉം പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സൈസിൽ ഗുഡ് 1 മാർക്ക് ചെയ്തിട്ടുണ്ട്, X1 YS ഗുഡ് 2 അഥവാ X2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും എത്ര നോക്കാം. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ് 4 0. അതായത് X1ന്റെ അളവ് ഇവിടെ എത്രയാണ് 4 ആണ്. 4 0. S2ന്റെ അളവ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്. S2ന്റെ അളവ് 4 തന്നെയാണ്, 0 4. ഇനി നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 0 4 മാർക്ക് ചെയ്തു, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4 0. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, നമ്മൾ ജോയിൻ ചെയ്യും. ചെരിയും ചെയ്ത് സ്കെയിൽ വെച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ 0 4. ഞാൻ ഇവിടെ വരച്ചത് കുറച്ച് ചെരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ബജറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് ഇതിന് നേരെ എഴുതാം. 3x1 plus 3x2 is equal to 12. നമ്മുടെ ബജറ്റ് ലൈൻ ഇക്വേഷൻ വരച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ്. ബജറ്റ് ലൈൻ നമ്മൾ വരച്ചു ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിട്ട് അടുത്തതായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് സ്ലോപ്പ്. സ്ലോപ്പ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷനാണ്, ചെരിവ് കാണാനുള്ള ഇക്വേഷനാണ് -P1/P2. അതായത് P1 എന്ന ഒന്നാമത്തെ സാധനത്തിന്റെ വില, P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സാധനത്തിന്റെ വില. ഓക്കെ, P1 സ്ഥാനം നമ്മൾ എന്ത് കൊടുക്കും 3 അല്ലേ. മൈനസ് ഉണ്ട് 3/3. P2 3 തന്നെയല്ലേ. അതായത് -1 ആണ് നമ്മുടെ സ്ലോപ്പ്. ഓക്കെ, സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് വരാൻ പോകുന്നത്. എന്താണ് m is equal to 12 changes to m dash is equal to 18. What happens to budget line and find slope? അതായത് M12 എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിന്റെ വരുമാനമായിട്ടുള്ള M12 എത്രയും 12 എന്നുള്ളത് 18 ആയിട്ട് മാറി. അതായത് 12ൽ നിന്ന് 18 ആയി വർദ്ധിച്ചപ്പോൾ ബജറ്റ് ലൈൻ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. എന്തായിരിക്കും ബജറ്റ് ലൈൻ? ബജറ്റ് ലൈൻ ഷിഫ്റ്റ് towards right. Budget line has shifted towards right. Budget line ഇങ്ങോട്ട് മാറുന്നവർ budget line എന്താണ്? Budget line shift towards right. Budget line എന്ത് വലതുവശത്തേക്ക് മാറുക. നമുക്ക് വരച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് ബജറ്റ് ലൈൻ വരയ്ക്കണം. ബജറ്റ് ലൈൻ വരയ്ക്കുന്നതിന് മുന്നേ നമുക്ക് ബജറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടെത്തണം. അതായത് ഈ നാലാമത്തെ ക്വസ്റ്റിന് ബജറ്റ് ലൈൻ ഒക്കെ വരയ്ക്കുന്നതിന് മുൻപ് നമുക്ക് എന്ത് ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതണം. അതായത് കാരണം എന്താണ്, M മാറി 12 അല്ലേ, ഇപ്പൊ എത്രയാണ് 18 ആണ്. അപ്പൊ ബജറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് എഴുതാം. അപ്പൊ നാലാമത്തെ ക്വസ്റ്റ്യൻ ബജറ്റ് ലൈൻ അതായത് ചേഞ്ചസ് ഉണ്ടായാൽ ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബജറ്റ് ലൈൻ ഇക്വേഷനിൽ മാറ്റം വരും. ആദ്യത്തെ ബജറ്റ് ലൈൻ ഇക്വേഷൻ ആവില്ല, പുതിയ ബജറ്റ് ലൈൻ ഇക്വേഷൻ രൂപീകരിക്കണം. അപ്പോൾ വിലയിലൊന്നും മാറ്റരുത്, എമ്മിൽ മാത്രമാണ് മാറ്റം. M is equal to 12 changes to m dash is equal to 18. അതായത് വരുമാനം മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പൊ വരുമാനം മാത്രം എത്ര 12ൽ നിന്ന് 18 ആയിട്ട് മാറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, P1 P2 ഒക്കെ അതേപോലെ തന്നെ ഈ വരുമാനം ആദ്യത്തെ ബജറ്റ് ലൈൻ ഇക്വേഷൻ അല്ലേ 3x1 + 3x2 = 12 എന്നുള്ളതുണ്ടല്ലോ. ആ 12ന്റെ സ്ഥാനത്ത് നമ്മൾ എന്താക്കണം 18 ആക്കി മാറ്റുക. അത്രയേ ഉള്ളൂ. P1 ലും P2 ലും ഒന്നും ഒരു മാറ്റമില്ല. അപ്പൊ നമ്മൾ നോക്കാം ബജറ്റ് ലൈൻ ഇക്വേഷൻ മാറ്റാണ്. നമ്മുടെ ബജറ്റ് ലൈൻ ഇക്വേഷൻ P1x1 + P2x2 = m എന്നല്ലേ ബജറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പൊ P1 എത്രയാണ്? സാധാരണ പോലെ തന്നെയാണ്, അതായത് ക്വസ്റ്റ്യൻ കണ്ട അതേപോലെ തന്നെയാണ്. സാധാരണ പോലെ ക്വസ്റ്റ്യൻ കണ്ട പോലെ തന്നെ എത്രയാണ് 3x1 + P2 എത്രയാണ് 3x2. m എത്രയാണ് 12ൽ നിന്ന് 18 ആയി മാറി. ഇതാണ് നമ്മുടെ പുതിയ ബജറ്റ് ലൈൻ ഇക്വേഷൻ. 3x1 + 3x2 = 8. ഇനി ഇതനുസരിച്ച് വേണം നമുക്ക് ബജറ്റ് ലൈൻ വരയ്ക്കേണ്ടത്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഇതനുസരിച്ച് ബജറ്റിൽ എന്തൊക്കെ മാറ്റം വരുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ
നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് 3s1 + 3s2 = 18. ഇതനുസരിച്ച് ഇപ്പോൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വേണം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടെത്തണം അല്ലേ. ഓക്കെ, ആദ്യമായിട്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഞാൻ h കൊടുക്കുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് m/p. If x2 is equal to 0, x1 is equal to m/p1. Okay, m എത്രയാണ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ചിട്ട് 18/p1 എത്ര 3. അതായത് 18/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 18/3 എന്ന് പറഞ്ഞാൽ 6. ആയതുകൊണ്ട് therefore horizontal intercept is equal to 6 0. അത് x1 ന്റെ അളവ് എഴുതാം, പിന്നെ x2 ന്റെ അളവ്. ഓക്കെ, ആദ്യം x1 ന്റെ അളവ് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യും x2 ന്റെ അളവ്. ഇനി അടുത്തതായിട്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. If x1 is equal to 0, x2 is equal to m/p2. എന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? ഇക്വേഷൻ പുതിയ ഇക്വേഷൻ 18, p2 ന്റെ സ്ഥാനത്ത് 3. 18/3 is equal to എത്രയാണ് 6. ആയതുകൊണ്ട് vertical intercept is equal to അത് എക്സ്പോണന്റ് 0 6. അപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കിട്ടി, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കിട്ടി. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. നമ്മൾ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അനുസരിച്ച് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ x മാർക്ക് ചെയ്തിട്ടുണ്ട്, y മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അനുസരിച്ചിട്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 6 0 ആണ്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 6 ആണ്. അപ്പോൾ നമ്മൾ 6 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 y മാർക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ x-ലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് അപ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ബഡ്ജറ്റ് ലൈനിൽ മാറ്റം കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് പഴയ ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ ഈ ഗ്രാഫിൽ വരയ്ക്കണം. എന്നാലും നമുക്ക് മാറ്റം കണ്ടെത്താൻ കഴിയുള്ളൂ. ആദ്യം വരച്ചാലും കുഴപ്പമില്ല, അതിന് ശേഷം വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ പുതിയ ബഡ്ജറ്റ് ലൈനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ പുതിയ ബഡ്ജറ്റ് ലൈൻ അനുസരിച്ചിട്ട് നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ അനുസരിച്ചിട്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 6 0, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 0 6. അത് നമ്മൾ യോജിക്കും. അപ്പോൾ വളർന്നിട്ടുണ്ട്, കുഴപ്പമില്ല. വരുമ്പോൾ കറക്റ്റായിട്ടാണ് 6 0 0 6. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതണം. 3s1 + 3s2 = എത്രയാണ് 18. ഇതാണ് നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇനി നമുക്ക് പഴയ ബഡ്ജറ്റ് ലൈൻ കൂടി വരയ്ക്കണം. അപ്പോൾ പഴയ ബഡ്ജറ്റ് ലൈനിൻ്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയായിരിക്കും? 3 0. പിന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയായിരിക്കും? 0 3 അല്ലേ. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 0 3, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 3 0. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പുതിയ പഴയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ 3s1 + 3s2 = 12 എന്ന് എഴുതാം. അതായത് നമ്മുടെ പഴയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആയിരുന്നു 3s1 + 3s2 = 12. അതായത് വരുമാനം 12 ആയിരുന്ന സമയത്ത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ബഡ്ജറ്റ് ലൈൻ ആയിരുന്നു ഇത്. 3s1 + 3s2 = 12. വരുമാനം വർദ്ധിച്ചു, 12-ൽ നിന്ന് 18 വർദ്ധിച്ചപ്പോൾ ബഡ്ജറ്റ് ലൈൻ എങ്ങോട്ട് മാറി? വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. വലതുവശത്തേക്ക്, അതായത് കൺസ്യൂമർ ഗുഡ് 1ഉം ഗുഡ് 2ഉം കൂടുതൽ അളവിൽ വാങ്ങി. ആദ്യം 3 ഒന്നാമത്തെ സ്ഥാനത്തിന്റെ അളവ് 3 ആയിരുന്നു, രണ്ടാമത്തെ സ്ഥാനത്തിന്റെ അളവ് 3 ആയിരുന്നു വാങ്ങിയിരുന്നത്. ഇപ്പോൾ അയാൾ 2 സ്ഥാനത്തിന്റെ അളവ് എത്രയാണ്? 6 ആയിട്ട് ഉയർത്തിയിരിക്കുന്നു വാങ്ങുന്നത്. കാരണം അയാളുടെ വരുമാനം വർദ്ധിച്ചു. അതിന്റെ ഫലമായിട്ട് ബഡ്ജറ്റ് ലൈൻ വലതുവശത്തേക്ക് മാറിയിരിക്കുന്നു. ഓക്കെ,
ഇനി അടുത്തത് സ്ലോപ്പ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ അറിയാലോ, -P1/P2. P1/P2. P1 എത്രയാണ്? 3. P2 എത്ര? 3 മൈനസ്. ഓക്കെ, അപ്പൊ ശരിയിലൊന്നും മാറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്തൊക്കെ പഠിച്ചെന്ന് നോക്കാം. ഉപഭോക്താവിന്റെ വരുമാനം വർദ്ധിച്ചാൽ എന്തൊക്കെ സംഭവിക്കും, വരുമാനം കുറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. വരുമാനം വർദ്ധിച്ചാൽ എന്ത് ചെയ്യും? ബജറ്റിൽ വലതുവശത്തേക്ക് മാറും. പിന്നെ അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞാൽ ബജറ്റിലെ ഇടതുവശത്തേക്ക് മാറും. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്ദി.